ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ 15th എക്സ്പെരിമെൻ്റ് ആണ്. അതൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇംപ്ലിമെൻ്റ് എ സ്പെൽ ചെക്കർ യൂസിങ് ഹാഷ് ടേബിൾ ടു സ്റ്റോർ ഡിക്ഷണറി ഓഫ് വേർഡ്സ് ഫോർ ഫാസ്റ്റ് ലുക്കപ്പ്. ഇംപ്ലിമെൻറ്റ് ഫങ്ഷൻ ടു ചെക്ക് ഇഫ് എ വേർഡ് ഈസ് വാലിഡ് ആൻഡ് ടു സജസ്റ്റ് കറക്ഷൻസ് ഫോർ മിസ്സ്പെൽഡ് വേർഡ്സ്. ഇത് ആണ് ക്വസ്റ്റ്യൻ. ഹാഷ് ടേബിൾ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് 15th എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതൊരു സ്പെൽ ചെക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹാഷ് ടേബിൾ എന്താണെന്ന് നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഹാഷിംഗ് ഫങ്ഷൻ? അപ്പോൾ ഹാഷിംഗ് ഫങ്ഷൻ വെച്ചിട്ട് നമ്മളൊരു ഹാഷ് ടേബിൾ ഉണ്ടാക്കുന്നു. ആ ഹാഷ് ടേബിളിൽ നമ്മളൊരു ഡിക്ഷണറി ഓഫ് വേർഡ്സ് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഡിക്ഷണറി ഓഫ് വേർഡ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഹാഷ് ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നൊരു ഫങ്ഷനാണ്. ആ ഫങ്ഷൻ വെച്ചിട്ട് നമുക്കൊരു ഇൻഡെക്സ് ലൊക്കേഷൻ കിട്ടുന്നു. ഹാഷ് ടേബിളിനകത്തൊരു ഇൻഡെക്സ് ലൊക്കേഷൻ കിട്ടുന്നു. ആ ഇൻഡെക്സ് ലൊക്കേഷനിൽ നമ്മൾ കറസ്പോണ്ടിങ് വേർഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹാഷ് ഫങ്ഷൻ വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് അല്ലെ ഹാഷ് വാല്യൂ, അതൊരു ഹാഷ് വാല്യൂ ആണ്. ആ ഹാഷ് വാല്യൂ നമ്മളൊരു ഇൻഡെക്സ് ലൊക്കേഷനായിട്ടാണ്, ആ ഹാഷ് ടേബിളിനകത്തുള്ളൊരു ഇൻഡെക്സ് ലൊക്കേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് വേറൊരു വേർഡിനും സെയിം ഹാഷ് വാല്യൂ വന്നു കഴിഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻ സെയിം ആയി വരും. അപ്പോൾ അവിടെ ഒരു കൊളിഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കൊളിഷൻ നടക്കുന്നത് പല രീതിയിൽ ഓവർറോൾ ചെയ്യാൻ വേണ്ടി ഹാഷിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, അത് നിങ്ങൾ ആൾറെഡി തിയറി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡാണ്. അപ്പോൾ സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു അറേ ഓഫ് പോയിൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ പോയിൻറ്റേഴ്സിനകത്ത് ഓരോ എലമെൻറ്റും, നമ്മൾ സപ്പോസ് സ്ട്രിങ് വേർഡ്സ് ആണെങ്കിൽ നമ്മൾ ഓരോ വേർഡ്സിനും നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഓരോ ചെയിനിലെ നോട്ട്സ് ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡെക്സ് ലൊക്കേഷനകത്തോട്ട് ആ ഇൻഡെക്സ് ലൊക്കേഷനായിരിക്കും ആ ലിസ്റ്റിനകത്തുള്ള കംപ്ലീറ്റ് വേർഡ്സിൻ്റെയും ഇൻഡെക്സ് വാല്യൂ. ഹാഷ് വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. ഇൻഡെക്സ് വാല്യൂ എടുക്കുന്ന സമയത്ത് അത് നമ്മൾ മോഡലൈസ് ചെയ്യും. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വേർഡിൻ്റെ ആസ്കി വാല്യൂസിൻ്റെ എല്ലാം സം മോഡലസ് ദ സൈസ് ഓഫ് ദ ഹാഷ് ടേബിൾ. അപ്പോൾ ആ മോഡുലസ് എടുക്കുന്ന സമയത്ത് വരുന്ന റിമൈൻഡർ ആയിരിക്കാം അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ, ആ വേർഡിൻ്റെ ഇൻഡെക്സ് വാല്യൂ. അങ്ങനെ മോർ ദാൻ വൺ വേർഡ്സ് ഒരു സെയിം ഇൻഡെക്സ് വാല്യൂ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ കൊളിഷൻ. ആ കൊളിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡാണ്. അപ്പം മോർ ദാൻ വൺ വേർഡ്സ് ഒരേ സെയിം ഇൻഡെക്സിൽ വരികയാണെങ്കിൽ ആ വേർഡ്സിനെല്ലാം കൂടെ ഒരു ചെയിനാക്കി മാറ്റുന്നു. ആ ചെയിനിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സായിരിക്കും ചെയിനിൻ്റെ ഹാഷ് ടേബിളിൻ്റെ ഇൻഡെക്സ് പൊസിഷനകത്തിരിക്കുന്നത്. അതിങ്ങനെ കണക്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ ലിങ്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ലിങ്ക് ലിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡാണ് നമ്മളുടെ ഇവിടെ അഡോപ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സ്റ്റെപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾ ഹാഷ് ഫങ്ഷനും ഹാഷ് ടേബിളും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ അത് തിയറിയിൽ റെഫർ ചെയ്തിട്ട് എന്താണ് ഹാഷ് ടേബിൾ എന്ന് ഹാഷ് ഫങ്ഷൻ എന്ന് നോക്കുക. ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റ് എ ഹാഷ് ടേബിൾ ടു സ്റ്റോർ ഡിക്ഷണറി ഓഫ് വേർഡ്സ്. ഇപ്പോൾ ഒരു ഹാഷ് ടേബിൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിനകത്തോട്ടാണ് നമ്മൾ ഓരോ വേർഡ്സും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കൊളിഷൻ ഒഴിവാക്കാൻ വേണ്ടി സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ആൻ അറേ യൂസ്ഡ് ടു സ്റ്റോർ വേർഡ്സ് where each element is located at an index calculated by hash function. അപ്പോൾ ഒരു ഹാഷ് ഫങ്ഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു ഹാഷ് ടേബിളിനകത്തുള്ള ഒരു ഇൻഡെക്സ് ലൊക്കേഷൻ ഒരു ബേസ്ഡ് ഓൺ ദ എലമെൻറ്റ് പ്ലേസ്ഡ് ഇൻ ദ ഹാഷ് ടേബിൾ. ആ ഹാഷ് ടേബിൾ പ്ലേസ് ചെയ്യുന്ന എലമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹാഷ് ഫങ്ഷൻ വെച്ചിട്ടൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും. അത് അറേയുടെ ഇൻഡെക്സ് ആയിരിക്കും. ആ ഇൻഡെക്സ് ലൊക്കേഷനകത്തോട്ടാണ് നമ്മൾ ഒരു വേർഡിനെ പ്ലേസ് ചെയ്യുന്നത്. element is calculated as an index calculated by a hash function.
സെപ്പറേറ്റ് ചെയിനിങ് ഈസ് എ കൊളിഷൻ റെസൊല്യൂഷൻ ടെക്നിക് യൂസ്ഡ് ഇൻ ഹാഷ് ടേബിൾ. അപ്പോൾ സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡാണ് ഇതിനകത്ത് കൊളിഷൻ റെസൊല്യൂഷൻ ടെക്നിക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഹാഷ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാഷ് ടേബിൾ എന്താണെന്നും എങ്ങനെയാണിത് ക്രിയേറ്റ് ചെയ്യണമെന്നും ഞാൻ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഒരു ഹാഷ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഹാഷ് ടേബിളിനകത്ത് പ്ലേസ് ചെയ്യുന്ന വേർഡ്സിൻ്റെ ഇൻഡെക്സ്, ഹാഷ് ടേബിളിനകത്തുള്ള ഇൻഡെക്സ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ആ ഹാഷ് ഫംഗ്ഷനാണ് സെക്കൻഡ് സ്റ്റെപ്പിലായിട്ട് പറയുന്നത്. ക്രിയേറ്റ് എ ഹാഷ് ഫംഗ്ഷൻ that take a word as an input key and convert it into an integer which serves as index to hash table. That is the hash function. നമ്മളൊരു വേർഡ് അങ്ങോട്ട് കൊടുക്കുന്നു. വേർഡിന് നമ്മളൊരു മെത്തേഡ് വഴി, ആ ഹാഷിംഗ് ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, മെത്തേഡ് വഴി കൺവേർട്ട് ചെയ്ത് അത് ഒരു ഇൻറ്റിജർ വാല്യൂ ആക്കി മാറ്റുന്നു. ആ ഇൻറ്റിജർ വാല്യൂ സെർവ്സ് ആസ് ആൻ ഇൻഡെക്സ് ടു ഹാഷ് ടേബിൾ. ഇവിടെ ഞാൻ എങ്ങനെയാണ് ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാഷ് വാല്യൂ ഈസ് ഈക്വൽ ടു സം ഓഫ് ആസ്കി വാല്യൂ ഓഫ് ഈച്ച് ആൽഫബറ്റ് ഇൻ ദ വേർഡ്. ഒരു വേർഡിനകത്തുള്ള കംപ്ലീറ്റ് ആൽഫബറ്റിൻ്റെ ആസ്കി വാല്യൂസിൻ്റെ സം ആദ്യം കണ്ടുപിടിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈൻഡ് ദ മോഡുലസ് ഓഫ് ദ സം ബൈ ഹാഷ് ടേബിൾ സൈസ്. അപ്പോൾ ഒരു ഹാഷ് ടേബിൾ ഉണ്ടായിരിക്കും. സപ്പോസ് ഹാഷ് ടേബിളിൻ്റെ സൈസ് 1000 ആണെങ്കിൽ ഒരു വേർഡിൻ്റെ സം ഓഫ് ദ ആസ്കി വാല്യൂ ഓഫ് ദ ആൽഫബറ്റ് കണ്ടുപിടിച്ചിട്ട് മോഡുലസ് ഓഫ് 1000 ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ കിട്ടും. മനസ്സിലായില്ലേ? മോഡുലസ് ഓഫ് 1000 എടുക്കുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വേർഡിൻ്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അത് സെക്കൻഡ് മെത്തേഡ്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത് ഇനിഷ്യലൈസ് ആൾ ഹാഷ് ടേബിൾ കണ്ടൻറ്റ് ടു നൾ. ബിക്കോസ് ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റർ അറേ ഓഫ് പോയിൻറ്റേഴ്സാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇനീഷ്യലി അതിനകത്തുള്ള അലോക്കേഷനെല്ലാം നള്ളാക്കി വയ്ക്കുന്നു. അതാണ് ആദ്യം അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് സ്റ്റോർ ഈച്ച് വേർഡ് ഇൻ ദ ഡിക്ഷണറി. അപ്പം ടേബിളിൽ നള്ളാക്കി കഴിഞ്ഞാൽ ടു സ്റ്റോർ ഈച്ച് വേർഡ് ഇൻ ദ ഡിക്ഷണറി യൂസിങ് ദ സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡ് ഫൈൻഡ് ദ ഹാഷ് വാല്യൂ ഓഫ് വേർഡ് വിച്ച് ഈസ് ഇറ്റ്സ് ഇൻഡെക്സ് ടു ഹാഷ് ടേബിൾ. അപ്പോൾ അത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കണം. ക്രിയേറ്റ് എ ലിങ്ക്ഡ് ലിസ്റ്റ് ഓഫ് വേർഡ്സ് ടു ദ ഇൻഡെക്സ് ഇൻ ദ ഹാഷ് ടേബിൾ. അപ്പോൾ ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ വേർഡിനെ നമ്മൾ ആ കറസ്പോണ്ടിങ് ഇൻഡെക്സ് പൊസിഷനകത്തോട്ട് പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ വേർഡിനൊരു മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നു. ആ അലോക്കേറ്റ് ചെയ്യുന്ന അഡ്രസ്സ് എടുത്ത് ആ ഇൻഡെക്സ് പൊസിഷനിൽ വയ്ക്കുന്നു. ബിക്കോസ് ഹാഷ് ടേബിൾ ഈസ് ആൻ അറേ ഓഫ് പോയിൻ്റർ. Then if another word is also found with the same index, that is the collision. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും ആ വേർഡിന് ഒരു അലൊക്കേഷൻ ചെയ്യുന്നു. ആ അലൊക്കേറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ ആയിരിക്കും സെയിം ആ ഇൻഡെക്സിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നത്. പ്ലസ് രണ്ടാമത് വന്ന വേർഡിൻ്റെ ഒരു ലിങ്ക് ഫസ്റ്റ് വേർഡുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ ലിങ്ക് ലിസ്റ്റ്. നമ്മൾ ഇൻസെർട്ട് എ നോഡ് ബിഫോർ ദ കറണ്ട് ഇൻസെർട്ട് എ നോഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റ് എന്ന് പറയുന്ന അൽഗോരിതം നിങ്ങൾ ലിങ്ക് ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ലിസ്റ്റ് അങ്ങ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ആ ലിസ്റ്റ് ഒരു ഇൻഡെക്സിനകത്ത് മോർ ദാൻ 1 വേർഡ്സ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊരു ലിസ്റ്റായി കിടക്കും. ഒരു വേർഡേ ഉള്ളെങ്കിൽ ആ ഇൻഡെക്സിനകത്ത് തന്നെ ഇൻഡെക്സ് പൊസിഷനകത്തോട്ട് ഒരു റെഫറൻസ് ഉണ്ടായിരിക്കും. ആ വേർഡ് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് എ പോയിൻ്റർ. അതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ വേർഡ് ആഡ് ചെയ്യുന്നത്. ദെൻ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ ഡിക്ഷണറി ഫോം ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റീഡ് എ വേർഡ് ടു ചെക്ക്
ഇറ്റ്സ് സ്പെല്ലിംഗ്. ഇപ്പോൾ ഒരു വേർഡ് റീഡ് ചെയ്യുക, അതിൻ്റെ സ്പെല്ലിംഗ് റീഡ് എ വേർഡ് ടു ചെക്ക് ദ സ്പെല്ലിംഗ്. ഒരു സ്പെല്ലിംഗ് ചെക്ക് ചെയ്യേണ്ട വേർഡ് നമ്മൾ റീഡ് ചെയ്യുക. അതാണ് 5th സ്റ്റെപ്പ്. ദെൻ 6th സ്റ്റെപ്പ് ഈസ് ഫൈൻഡ് ഇറ്റ്സ് ഹാഷ് വാല്യൂ. അപ്പോൾ ഈ വേർഡ് ഇതിനകത്തുണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. അത് നമ്മൾ സെയിം തന്നെ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്ന അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ, ആ വേർഡിൻ്റെ ഇൻഡെക്സ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അത് ആ ഇൻഡെക്സ് ടേബിളിനകത്തുള്ളൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ആ ഇൻഡെക്സ് ടേബിളിനകത്ത് ചെന്നിട്ട് നോക്കുക. അതൊരു ലിസ്റ്റ് ആണെങ്കിൽ ആ ലിസ്റ്റിനകത്ത് ഈ സെയിം വേർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് ഇസ് ദ അൽഗോരിതം. ദാറ്റ് ഇസ് ദ സ്റ്റെപ്പ്. ഫൈൻഡ് ദ ഹാഷ് വാല്യൂ ഓഫ് ആൻഡ് ലൊക്കേറ്റ് the index position of the hash table. Index position in the hash table. Check whether the word is there in the list. If the word is there in the list, then its spelling is correct. അപ്പോൾ അങ്ങനെ ഒരു വേർഡ് നമ്മളെ ഡിക്ഷണറിക്കകത്തുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്ന വേർഡിൻ്റെ സ്പെല്ലിങ് സെയിം തന്നെയാണ്. അപ്പോൾ ആ സ്പെല്ലിങ് കറക്റ്റാണ്. മനസ്സിലായില്ലേ? അതർവൈസ്, അതാണ് സ്റ്റെപ്പ് 7-ലുള്ളത്. അതായത് നമ്മൾ കൊടുത്ത വേർഡ് ഡിക്ഷണറിക്കകത്ത് ഇല്ല എങ്കിൽ അതർവൈസ്, അതാണ് നമ്മുടെ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ. ഇംപ്ലിമെൻ്റ് എ ഫങ്ഷൻ ടു ചെക്ക് ഇഫ് ദ വേർഡ് ഈസ് വാലിഡ് ആൻഡ് ടു സജസ്റ്റ് കറക്ഷൻസ് ഫോർ മിസ്സ്പെൽഡ് വേർഡ്സ്. ഇത് അതിൻ്റെ രണ്ടാം പാർട്ട്. സജസ്റ്റ് എ കറക്ഷൻ സെക്കൻഡ് പാർട്ടാണ്. ഈ ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ട്. സജസ്റ്റ്, ഫസ്റ്റ് ഫൈൻഡ് ദ വേർഡ് ഈസ് വാലിഡ്, check if the word is valid or not, that is the spelling is correct or not. If it is not correct, suggest the corrections for misspelled words. അതങ്ങനെയാണ് മിസ്സ്പെൽഡ് വേർഡ്സിൻ്റെ ഇത് നമ്മൾ കറക്റ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ആദ്യം ഞാൻ പറഞ്ഞു, ഇത് നമ്മളൊരു ഡിക്ഷണറി ഹാഷ് ടേബിൾ ഉണ്ടാക്കുന്നു. അതൊരു അറേ ഓഫ് പോയിൻ്ററാണ്. ഇങ്ങനെ ഇരിക്കും. ഹാഷ് ടേബിൾ എന്ന അറേ ഓഫ് പോയിൻറ്റേഴ്സ് ഫോർ ദ സെപ്പറേറ്റ് ചെയിനിങ്. ഇങ്ങനെ ഒരു അറേ ഓഫ് പോയിൻ്റർ ഉണ്ടായിരിക്കും. ആ അറേ ഓഫ് പോയിൻ്ററിൽ നമ്മൾ വരുന്ന ഓരോ വേർഡ്സും നമ്മൾ ഇൻഡെക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഹാഷ് ഫംഗ്ഷൻ വെച്ചിട്ട് ഇൻഡെക്സ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അതതിനകത്ത് പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വേർഡായിട്ട് കൊടുക്കുന്നത് ഇതാണ്. ഈ സ്ലോ എന്നുള്ളൊരു വേർഡാണ്. ഈ സ്ലോ എന്നുള്ള വേർഡിൻ്റെ ഹാഷ് വാല്യൂ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ആൽഫബറ്റിൻ്റെയും സം എടുക്കും. സം എടുത്തിട്ട് ASCII വാല്യൂസിൻ്റെ സം എടുത്തിട്ട് അതിനെ ഈ അറേയുടെ സൈസ്, നമ്മുടെ യൂസ് ചെയ്യുന്ന അറേയുടെ ഹാഷ് ടേബിളിൻ്റെ സൈസ്, ഇവിടെ ഹാഷ് ടേബിളിൻ്റെ സൈസ് 10 ആണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ മോഡുലസ് എടുക്കുന്നു. മോഡുലസ് എടുക്കുമ്പോൾ ആ മോഡുലസ് ആണ് ഇതിൻ്റെ ഇൻഡെക്സ് ലൊക്കേഷൻ. ആ ഇൻഡെക്സ് ലൊക്കേഷനിൽ ചെന്നിട്ട് ആ ലൊക്കേഷനിൽ ഇനിഷ്യലി എല്ലാം നള്ളായത് കണ്ടില്ലേ. 1, 2, 3 അടുത്ത് മാത്രമേ വാല്യൂസ് ഉള്ളൂ, ബാക്കിയെല്ലാം നള്ളാണ്. 10 7 നള്ളാണ്. അതിൽ ഇനിഷ്യലി എല്ലാം നള്ളായിരിക്കും. ആ നള്ളായിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് വാല്യൂ ഉള്ള ആ ലൊക്കേഷനകത്തോട്ട് പോയിട്ട് ഇതിനൊരു മെമ്മറി അലോക്കേഷൻ കൊടുക്കുക. എന്നിട്ട് ഈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന നോഡിൻ്റെ നെക്സ്റ്റ്, ഇത് ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ട് ഇത് നെക്സ്റ്റ് ഉണ്ട്. ആ നെക്സ്റ്റ് ലിങ്ക് അല്ലെങ്കിൽ ലിങ്കിനകത്തോട്ട് നമ്മൾ ഇതിൻ്റെ ഇനിഷ്യലി ഉണ്ടായിരുന്ന ഇനിഷ്യലി അഡ്രസ്സ് ഒന്നുമില്ലെങ്കിൽ നള്ളായിരിക്കും. ആ നള്ളെടുത്ത് അസൈൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് നള്ളായി മാറും. ദെൻ ഈ ഇൻഡെക്സ് ലൊക്കേഷനിലേക്ക് നള്ളിനെ റീപ്ലേസ്ഡ് ഈ ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ മെമ്മറി ലൊക്കേഷൻ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ക്രിയേറ്റ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഹാഷ് ടേബിൾ ആൻഡ് ദ ന്യൂ നോഡ്. മനസ്സിലായി? അതാണ് ഇവിടെ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടത്. ദെൻ അത് നമ്മൾ ഒന്നാമത്തെ, സപ്പോസ് ഈ ലിസ്റ്റിൽ ഞാൻ 4 വേർഡ് കൊടുത്തതിൽ 1 സ്ലോ ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ലൊക്കേഷനകത്തോട്ട് വരുന്ന വാല്യൂ 2A3C5 6 എന്നുള്ള വാല്യൂ ആണ് ഇവിടെ വരുന്നത്. ദെൻ അതിൻ്റെ നെക്സ്റ്റ്, ഇതിൻ്റെ നെക്സ്റ്റ് ഇവിടെ ഇരുന്ന് നള്ളാണ്. ആ നള്ളാകും പ്ലേസ് ചെയ്യും. അപ്പോൾ ഇതും തമ്മിൽ കണക്ഷനായി. ഇനി സെക്കൻഡ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കാർ എന്നാണ്. കാറിൻ്റെ ASCII വാല്യൂ. ഇപ്പം നമ്മൾ ASCII വാല്യൂ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ഞാൻ ചെയ്തിട്ട് കാർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല, 310 അതിൻ്റെ ASCII വാല്യൂ. അതിനെ നമ്മൾ മോഡുലസ് ഓഫ് 10 ഈസ് ദ സൈസ് ഓഫ് ദ ഹാഷ് ടേബിൾ. അപ്പോൾ 10 കൊണ്ട് മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഇൻഡെക്സ് വാല്യൂ 0 എന്ന് കിട്ടും. അപ്പോൾ ആ 0യിൽ ആണ് നമ്മൾ
0th ഇൻഡെക്സിലാണ് ഈ മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നത്. അവിടെ നമ്മൾ ആ വേർഡ് പ്ലേസ് ചെയ്യുന്നു. ദെൻ തേർഡ് വേർഡ് ഈസ് റൈറ്റ്. റൈറ്റിൻ്റെ ആസ്കി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി റൈറ്റ് 3555 555 ആണ് അതിൻ്റെ മോഡുലസ് ഓഫ് 10 ചെയ്ത് കഴിഞ്ഞാൽ 5 വന്നു. ഇൻഡെക്സ് ലൊക്കേഷൻ 5ലാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്. ഇൻഡെക്സ് ലൊക്കേഷൻ 5ൽ ആണ് നമ്മൾ പുതിയതായിട്ട് റൈറ്റ് എന്ന വേർഡ് പ്ലേസ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വേർഡ് വന്നിരിക്കുന്ന പെന്നാണ്. അപ്പം പെന്നിൻ്റെ ഇൻഡെക്സ് വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. പെൻ കണ്ടില്ലേ 323 എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം സ്ലോ എന്നുണ്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ 453. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ എൻഡിൽ 3 ആണ്, കാരണം ഇതിന് മോഡുലസ് ആയിട്ട് എടുക്കുമ്പോൾ 3 ആണ് വരുന്നത്. അപ്പോൾ ആദ്യം വന്ന വേർഡ് സ്ലോ എന്നായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ലോ ആണ്, ഫസ്റ്റിലെ വന്ന വേർഡ് സ്ലോ ആണ്. അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ 3 ആയിരുന്നു. അപ്പം ഇതും തമ്മിലായിരുന്നു കണക്ഷൻ. ഇപ്പോൾ പുതിയൊരു വേർഡ് പെൻ വന്നു, അതിൻ്റെ ഇൻഡെക്സ് 3 തന്നെയാണ്. അപ്പോൾ അതിനൊരു അലൊക്കേഷൻ നടക്കുന്നു. ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു ലിങ്ക്, ഇതിൻ്റെ ഇടയിൽ നമ്മളിതിനെ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു മെമ്മറി അലൊക്കേഷൻ നടക്കുന്നു. ആ നടത്തിയതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് പുതുതായിട്ട് വന്നതിൻ്റെ നെക്സ്റ്റിനകത്തോട്ട് ഇവിടെ ഇരുന്ന ഈ ഹാഷ് ടേബിളിലിരുന്ന അഡ്രസ്സ് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹാഷ് ടേബിളിലിരുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള അഡ്രസ്സാണ്, സ്ലോയിലേക്കുള്ള അഡ്രസ്സാണ്. ആ അഡ്രസ്സിനെടുത്ത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത മെമ്മറി ലൊക്കേഷനകത്തോട്ട് പ്ലേസ് ചെയ്യും, ഇതിൻ്റെ നെക്സ്റ്റിലേക്ക് പ്ലേസ് ചെയ്യും. ദെൻ ഈ ഇൻഡെക്സ് പൊസിഷനകത്ത് ഈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോഡിൻ്റെ അഡ്രസ്സ് പ്ലേസ് ചെയ്യും. ദാറ്റ് മീൻസ് establish a new link between the index position 3 and the new node with the string pen. ആ പെന്നിൽ നിന്ന് അടുത്ത ഈ ലിങ്ക് വഴി അടുത്ത സ്ലോയിലേക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയിനിങ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതർവൈസ്, അതായത് നമ്മൾ ഫൈൻഡ് ചെയ്ത് കൊടുത്ത സ്പെല്ലിങ് ചെക്ക് ചെയ്യാൻ കൊടുത്ത വാല്യൂ ഡിക്ഷണറിക്കകത്ത് ഇല്ല എങ്കിൽ വി നീഡ് ടു സജസ്റ്റ് ന്യൂ വേർഡ്സ് ഓർ സ്പെല്ലിംഗ്. ആ സജഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കുക. അതർവൈസ് സജസ്റ്റ് പോസിബിൾ കറക്ഷൻ ബൈ ദ ഫോളോയിങ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ്, അതിൻ്റെ 7ലെ എ എന്ന് പറയുന്നത് ഡിലീറ്റ് എ ക്യാരക്ടർ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഓഫ് വേർഡ് 1 by 1. അപ്പോൾ നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ കണ്ടില്ല സ്ലോ എന്ന് പറഞ്ഞ വേർഡ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വേർഡിന് നമ്മൾ നോക്കുമ്പോൾ ഉണ്ട്, മനസ്സിലായി, ഇതിനകത്ത് ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഇതിനകത്ത് ഒരു വേർഡ് സപ്പോസ് ഒരു വേർഡ് നമുക്ക് ഇതിനകത്തുനിന്ന് കൊടുക്കാൻ പറ്റുന്നൊരു വേർഡ് നോക്കാം. ഓക്കെ, ഞാൻ ഫൈൻഡ് ചെയ്യാൻ കൊടുക്കുന്ന വേർഡ് SHOW ആണെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് SHOW 449 ആണ്. 449ൻ്റെ മോഡുലസ് ഓഫ് 10 എടുത്തു കഴിഞ്ഞാൽ 9 എന്ന് കിട്ടും. ഇൻഡെക്സ് പൊസിഷൻ 9ൽ വേർഡ് ഉണ്ടോയെന്ന് നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നള്ളാണ്. അപ്പം നമ്മുടെ സ്റ്റെപ്പിനകത്തുള്ള 6ാമത്തെ കണ്ടീഷൻ ഫെയിലായി. ദെൻ സജഷനാണ്. അപ്പം SHOW എന്ന് പറഞ്ഞൊരു വേർഡ് ഇതിനകത്തില്ല. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ ഈ സ്റ്റെപ്പിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യുക. ഷോയുടെ ഫസ്റ്റ് ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ SHOWൻ്റെ HOW എന്നായി മാറും. അപ്പോൾ അതൊരു വേർഡ് 1 by 1 ഒരു ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യുക. ബൈ ഡിലീറ്റിംഗ് ഈച്ച് ക്യാരക്ടർ വിച്ച് ഈസ് കൺസിഡർ ആസ് എ ന്യൂ വേർഡ്. അപ്പോൾ ഷോയുടെ S കട്ട് ചെയ്ത് കളഞ്ഞ് HOW എന്നുള്ളത്
ലെറ്റർ കിട്ടി. അതൊരു വേർഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെക്ക് വെദർ ദ ന്യൂ വേർഡ് ഈസ് അവൈലബിൾ ഇൻ ദ ഡിക്ഷണറി ബൈ സ്റ്റെപ്പ് 6. അപ്പോൾ SHOWൻ്റെ എസ് കട്ട് ചെയ്തിട്ട് HOW എന്ന് പറയുന്ന വേർഡ് ഈ ഡിക്ഷണറിക്കകത്തുണ്ടോ എന്ന് നോക്കും. ബൈ ദ സെയിം മെത്തേഡ് ഇൻ സ്റ്റെപ്പ് 6. ഇഫ് അവൈലബിൾ സജസ്റ്റ് ദ ന്യൂ വേർഡ്. അപ്പോൾ അങ്ങനെ ഒരു വേർഡ് എസ് കട്ട് ചെയ്തപ്പോൾ തന്നെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വേർഡ് കറക്റ്റ് വേർഡാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളങ്ങ് സജസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? 1 by 1 സജസ്റ്റ് ചെയ്യും. ബൈ ദെൻ ഇഫ് അവൈലബിൾ സജസ്റ്റ് ന്യൂ വേർഡ്. ഇഫ് നോട്ട് അവൈലബിൾ, അപ്പോൾ ഒരു ലെറ്റർ ഡിലീറ്റ് ചെയ്തിട്ടും പോയിട്ടില്ല എങ്കിൽ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ഡിലീറ്റ് ചെയ്ത ലെറ്ററിൻ്റെ സ്ഥാനത്ത് നമ്മൾ റീപ്ലേസ് ദ റിമൂവ്ഡ് ക്യാരക്ടർ വിത്ത് A to Z. അപ്പം SHOWൻ്റെ എസ് കളഞ്ഞിട്ട് HOW, ആ എസ് കളഞ്ഞ സ്ഥാനത്ത് A വയ്ക്കുന്നു. അപ്പോൾ AHOW എന്നാവും. അതൊരു വേർഡായിട്ട് എടുക്കും. അത് ഇതിനകത്തുണ്ടോ എന്ന് നോക്കണം ബൈ യൂസിങ് ദ സ്റ്റെപ്പ് 6. ഇഫ് അവൈലബിൾ സജസ്റ്റ് ദ വേർഡ്. ഇല്ല എങ്കിൽ വീണ്ടും നെക്സ്റ്റ് ബിയിൽ വയ്ക്കും, സി വയ്ക്കും, D, അതായത് ഫസ്റ്റ് ലെറ്ററിനകത്തോട്ട് A to Z ലെറ്റർ വെച്ചിട്ട് ഓരോ വേർഡ് ഇതിനകത്ത് ഡിക്ഷണറിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യും. മനസ്സിലായില്ലേ? ആ സെർച്ച് Z വരെയും പോയിട്ടും കിട്ടിയിട്ടില്ല എങ്കിൽ അതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വേർഡ് കാണിക്കും. വീണ്ടും സ്റ്റിൽ ദ പ്രോസസ് ഈസ് കണ്ടിന്യൂ. കാരണം സജഷൻ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വേർഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു ലെറ്റർ മാറ്റുമ്പോൾ തന്നെ ഒരു ഡിക്ഷണറിക്കകത്തുള്ളൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സജസ്റ്റ് ചെയ്യുക, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. മനസ്സിലായി? ഈ ലൂപ്പ് A to Z കഴിയുമ്പം വീണ്ടും നമ്മൾ സെക്കൻഡ് വേർഡിനകത്തുള്ള സെക്കൻഡ് പൊസിഷനിൽ ലെറ്റർ ഡിലീറ്റ് ചെയ്തിട്ട് ആ വേർഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിനകത്തുണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ ആ സെക്കൻഡ് പൊസിഷനകത്തോട്ട് A പ്ലേസ് ചെയ്യും. അപ്പം SHOWന് H പോയി കഴിഞ്ഞ് SAOW എന്നാവും. അപ്പോൾ അത് ആ വേർഡ് ഡിക്ഷണറിക്കകത്തുണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല എങ്കിൽ അടുത്ത് SBOW എന്നാവും, SCOW, ഇങ്ങനെ SZOW വരെയുള്ള എല്ലാ വേർഡ്സും വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഡിക്ഷണറിയിലുണ്ടെങ്കിൽ ആ വേർഡിനെ സജസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകും. അങ്ങനെ ഈ ആൽഫബറ്റ് ഈ വേർഡിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സിനെയും ഡിലീറ്റ് ചെയ്ത് അവിടെ നമ്മൾ A to Z വെച്ചിട്ടുള്ള റീപ്ലേസ് ചെയ്തിട്ട് ആ വേർഡായിട്ട് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് എയും ബിയുടെ സ്റ്റെപ്പ്. ഇനി ഇത് ഫുള്ളും കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ സ്റ്റെപ്പ് 7 A and B ആഡ് ഈച്ച് ആൽഫബറ്റ് ഫ്രം A to Z. അപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് ഓരോ ആൽഫബറ്റ് ആഡ് ചെയ്ത് നോക്കി. എന്നിട്ട് ഇനി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൻ്റെ ഫസ്റ്റിൽ നമ്മൾ A to Z വരെയുള്ള ലെറ്റേഴ്സ് 1 by 1 ആയിട്ട് വെച്ചിട്ട് അതിനെ ഓരോ വേർഡിനെയും കൺസിഡർ ചെയ്ത് ഇതിനകത്തുണ്ടോ ഇല്ലെന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കുന്ന ലെറ്റർ മാറ്റി അടുത്ത് B വയ്ക്കും, ദെൻ C വയ്ക്കും, D വയ്ക്കും, അങ്ങനെ Z വരെ പോകും. ദെൻ അടുത്ത് വീണ്ടും സെക്കൻഡ് പൊസിഷനിൽ വീണ്ടും A മുതൽ Z വരെയുള്ള വയ്ക്കും. അങ്ങനെ ഓരോന്ന് കൺസിഡർ ചെയ്ത് വേർഡായിട്ട് കൺസിഡർ ചെയ്ത് ചെക്ക് ചെയ്യും. അപ്പോൾ ദിസ് പ്രോസസ് കണ്ടിന്യൂ അണ്ടിൽ ദ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷൻ വരെയുള്ള പൊസിഷൻ വരെ നമ്മൾ ഈ ആൽഫബറ്റ് A to Z ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകും വേർഡായിട്ട് കണ്ടു. അപ്പോൾ ഇതാണ് അതിനകത്ത് എവിടെയെങ്കിലും ഈ വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ വേർഡ് നമ്മൾ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള അൽഗോരിതം സ്റ്റെപ്പ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് നോക്കണം. അത് ഞാൻ പ്രോഗ്രാം ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതായത് നമ്മൾ ഇത്തിരി കോംപ്ലിക്കേഷൻ പോലെ തോന്നും. നമുക്ക് ഹാഷ് ടേബിളും ഹാഷ് ഫംഗ്ഷനും അറിയാമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടായി തോന്നും. ലിങ്ക് ലിസ്റ്റും അറിയാമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ആൾറെഡി നിങ്ങൾ ലിങ്ക് ലിസ്റ്റ് നിങ്ങൾ നന്നായിട്ട് ചെയ്തതാണ്. ഹാഷ് ടേബിളും ഹാഷ് ഫംഗ്ഷനും നിങ്ങൾ തിയറിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് ഇതിനെ പ്രോഗ്രാം ചെയ്യാം. ഇപ്പം ഇതിൻ്റെ സ്റ്റെപ്പ് ഇതാണ്. Create a hash table to store dictionary of words. This is an array used to store the words which are elements where each element is located at an index calculated by the hash function.
സെപ്പറേറ്റ് ചെയിനിങ് ഈസ് ദ കൊളിഷൻ റെസൊല്യൂഷൻ ടെക്നിക് യൂസ്ഡ് ഇൻ ഹാഷ് ടേബിൾ. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഹാഷ് ടേബിളാണ് വേണ്ടത്. ആ ഹാഷ് ടേബിളിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയിനിങ് ടെക്നിക്ക് വഴിയാണ് നമ്മൾ വേർഡ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരേ ഇൻഡെക്സ് വാല്യൂ വരുന്നതാണ്. ഹാഷ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരേ ഇൻഡെക്സ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ ആ ഇൻഡെക്സ് വാല്യൂവിൽ സെയിം ഇൻഡെക്സ് വാല്യൂ വരുന്ന വേർഡ്സിനെ എല്ലാം കണക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എൻ്റെ ഡാറ്റാ സ്ട്രക്ചറിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് പഠിച്ച അതേ ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ നോഡും ഇൻസേർട്ട് ഒരു നോഡിൻ്റെ ബിഫോറായിട്ട് ഇൻസേർട്ട് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഷ് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സ്പെരിമെൻറ്റ് 15 15.c. ഹെഡർ ഫയൽസ് വേണ്ടത് നമുക്ക് ഇതിനിടയിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം നമ്മുടെ ഒരു ഹാഷ് ടേബിളാണ്. അപ്പോൾ ഹാഷ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രക്ചർ, അതിനകത്ത് വേർഡും പിന്നെ അതിൻ്റെ അടുത്ത വേർഡിലേക്കുള്ള ലിങ്കും. അപ്പോൾ അത് നമ്മുടെ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. ലിങ്ക് ക്യാരക്ടർ അറേയാണ് വേർഡിന് വേണ്ടിയിട്ട്. ക്യാരക്ടർ ഞാനൊരു മാക്സിമം 100 ഉള്ളൊരു വേർഡാണ് വരുന്നത്. ഇനി നമുക്ക് വേണ്ട ലിങ്കാണ്. നെക്സ്റ്റ് ഇത് രണ്ടെണ്ണം ഒരു വേർഡും അത് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമ്മളൊരു ഡിക്ഷണറി അതിൻ്റെ ടാഗ് നെയിം ഡിക്ഷണറി എന്ന് ഞാൻ കൊടുത്തു. ഇനി ഈ ഡിക്ഷണറിയുടെ ഒരു ഹാഷ് ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിക്ഷണറി സ്റ്റാർ ഹാഷ് ടേബിൾ ഞാൻ HT എന്ന് കൊടുത്ത് നിങ്ങൾക്കിത് മനസ്സിലാവും തോന്നുന്നു. അല്ലെങ്കിൽ ഹാഷ് ടേബിൾ എന്ന് എഴുതാം. ഹാഷ് ടേബിൾ ഇതൊരു അറേ ഓഫ് പോയിൻറ്റേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം സൈസ് കൊടുക്കണം. ഞാനതങ്ങ് ഡിഫൈൻ ചെയ്യണം. നമുക്ക് വേറെ 2 ഇടത്ത് നമുക്ക് കൊടുക്കാനുള്ള ഹാഷ് ഡിഫൈൻ HT_size ഞാൻ ഒരു 50 കൊടുക്കുകയാണ്. 50 HT_size. അതിൽ ഒരു അറേ ഓഫ് പോയിൻറ്റേഴ്സാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ആയി. ഇനി അത് ഹാഷ് ഫങ്ഷൻ നമുക്ക് വേണം. ഹാഷ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് അത് നമ്മൾ കൊടുക്കുന്ന വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂസ് എല്ലാം കൂടെ സം ചെയ്തിട്ട് നമ്മൾ ഹാഷ് ടേബിളിൻ്റെ സൈസ് വെച്ചിട്ട് മോഡുലസ് ചെയ്യും. അപ്പോൾ ഒരു ഇൻഡെക്സ് വാല്യൂ കിട്ടും. ആ ഇൻഡെക്സ് വാല്യൂ ആണ് അതിൻ്റെ ഹാഷ് ഫങ്ഷൻ. അതൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. കാരണം നമ്മൾ അറേയുടെ സൈസ് 50 ആണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം സൈസ് ഓഫ് ഹാഷ് ടേബിൾ ഈസ് 50. അപ്പോൾ അതുകൊണ്ടൊരു ഇൻറ്റിജർ ഹാഷ് ഫങ്ഷനാണ്. ഒരു ക്യാരക്ടർ പോയിൻ്റർ നമ്മൾ വേർഡ് എന്നുണ്ട്. ഇത് ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു ഹാഷ് വാല്യൂ ആണ്. അപ്പോൾ ഞാൻ ഇൻറ്റ് ഹാഷ് വാല്യൂ ഇസ് ഈക്വൽ ടു 0 വെച്ചു. ഇനി നമ്മൾ ഓരോ ആ വേർഡ് ഇതിനകത്ത് വരുന്ന ഈ ഫങ്ഷനിലേക്ക് വരുന്ന ഒരു വേർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട വേർഡിന് വരെ ഇങ്ങോട്ട് വരുന്നു. ആ വേർഡിൻ്റെ കറസ്പോണ്ടിങ് ഹാഷ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കേണ്ടത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ആസ്കി വാല്യൂ എടുത്തിട്ട് ഈ ഹാഷ് വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്ത് സം ചെയ്യുന്നു. ഇപ്പം നമ്മൾ വൈൽ സ്റ്റാർ വേർഡ് while star word means while star word
നോട്ട് ഈക്വൽ ടു \0 എന്നാൽ എൻഡ് ഓഫ് സ്ട്രിങ് ആവണത് വരെ പോകുന്നതാണ്. എന്നിട്ട് HV പ്ലസ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതാം. HV പ്ലസ് ഈസ് ഈക്വൽ ടു HV പ്ലസ് അതിൻ്റെ ഓരോ ക്യാരക്ടർ എടുക്കുകയാണ്. ആ ക്യാരക്ടർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ വേർഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ആവും. ദെൻ പ്ലസ് പ്ലസ് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ആഡ് ചെയ്തിട്ട് വേർഡ് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇത് ആ പോയിൻ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇതാണ് ആ ഫങ്ഷൻ. ദെൻ അത് കഴിയുമ്പോൾ HVക്കകത്ത് അതിൻ്റെ ടോട്ടൽ വേർഡിനകത്തുള്ള എല്ലാ ആൽഫബറ്റിൻ്റെയും കൂടെ ആസ്കി വാല്യൂൻ്റെ സം കിട്ടും. അതിന് നമ്മൾ മോഡുലസ് ഓഫ് ഹാഷ് ടേബിളിൻ്റെ സൈസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ HV മോഡുലസ് ഓഫ് HT സൈസ്. ഇതാണ് റിട്ടേൺ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ആണ് ഹാഷ് ഫങ്ഷൻ. ഹാഷ് ടേബിളുമായി ഹാഷ് ഫങ്ഷനുമായി. ഇനി നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സം ഓഫ് അതാണ് നമ്മൾ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ കിടക്കുന്നത്. ഇനിഷ്യലൈസ് ആൾ ഹാഷ് ടേബിൾ കണ്ടൻസ് ടു നൾ. അത് നമ്മൾ മെയിനകത്ത് എഴുതേണ്ട. അപ്പോൾ നമ്മൾ മെയിൻ എഴുതുകയാണ്. മെയിൻ നമ്മൾ ഹാഷ് ടേബിൾ അതിനകത്ത് 0 മുതൽ HT സൈസ് വരെയുള്ള അറേ ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഫോർ ഇൻറ്റ് I ഈസ് ഈക്വൽ ടു 0, I ലെസ് ദാൻ HT അണ്ടർസ്കോർ സൈസ്, ദെൻ I പ്ലസ് പ്ലസ്. എന്നിട്ട് അതിനകത്തുള്ള എല്ലാം നള്ളാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാഷ് ടേബിൾ എല്ലാം നള്ളാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ അസൈൻ ചെയ്ത് വെക്കുക. ഹാഷ് ടേബിൾ ഓഫ് I ഈസ് ഈക്വൽ ടു നൾ. അപ്പോൾ അതെല്ലാം നള്ളായി മാറി. ഇനി നമ്മൾ ഓരോ വേർഡ് നമ്മൾ ആഡ് ചെയ്യണം. ഓരോ വേർഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫങ്ഷൻ എഴുതാണ്. ആഡ് വേർഡ് എന്നുള്ളൊരു ഫങ്ഷൻ എഴുതാണ്. വേർഡ് എന്നിട്ട് ഫങ്ഷൻ എഴുതുകയാണ്. ഇതിനകത്തിട്ട് നമ്മൾ കുറച്ച് വേർഡ്സ് ആഡ് ചെയ്യണം. റീഡിങ് ആഡ് വേർഡ്, ഫൈറ്റിംഗ്, jumping, listening, smell, small, smile, smile, എട്ട് വേർഡായി. 2 കൂടെ ആഡ് ചെയ്യും. ഇത്രയും വേർഡ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും വേർഡ്സ് ആഡ് ചെയ്യാനുള്ളൊരു ആഡ് വേർഡ് എന്നൊരു ഫങ്ഷൻ എഴുതണം. അത് നമ്മുടെ വോയിഡ് ഫങ്ഷനാണ് ആഡ് വേർഡ്. അപ്പോൾ ഇതിനകത്ത്
നമുക്കറിയാം ഒരു ക്യാരക്ടർ അറേയാണ് വരുന്നത്, നമ്മളൊരു പോയിൻ്ററായിട്ട് എടുക്കുന്നു. ഇപ്പം ആഡ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേർഡ് ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഈ ടൈപ്പ് ഡഫ് ഇതിനകത്തോട്ടാണ് ഒരു വേർഡായിട്ട് വരുന്നത്. അപ്പോൾ വേർഡ് ഇതിനകത്താണ് ടൈപ്പ് ഡഫ് സ്ട്രക്ചർ ലിങ്ക് ഈ ഡിക്ഷണറി എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു വേർഡാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അതാണ് ആഡ് വേർഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഹാഷ് ടേബിളിനകത്ത് സെപ്പറേറ്റ് ചെയിനിങ് മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഹാഷ് വാല്യൂ കിട്ടണം. ഹാഷ് വാല്യൂ കിട്ടുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ കിട്ടും. ആ ഇൻഡെക്സ് ലൊക്കേഷൻ ഹാഷ് ടേബിളിനകത്ത് എടുത്തിട്ട് ആ ലൊക്കേഷനകത്തോട്ടാണ് നമ്മൾ ശരിക്കും ഒരു വേർഡ് ആഡ് ചെയ്ത് വെക്കേണ്ടത്. അതായത് നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ലോ എന്നുള്ളൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് സ്ലോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ 3 എന്ന് കിട്ടി. ആ 3ൽ ഒരു മെമ്മറി അലോക്കേഷൻ നടത്തി. ആ മെമ്മറി അലോക്കേഷനകത്ത് ഇപ്പോൾ ഇനിഷ്യലി ഇതെല്ലാം നള്ളായിട്ടിരിക്കുന്നത്, അപ്പോൾ ഇവിടെ നള്ളായിരിക്കും ഇരുന്നത്. ആ നള്ള് എടുത്ത് ഇതിൻ്റെ നെക്സ്റ്റിലോട്ട് ലിങ്ക് ചെയ്യുന്നു. ദെൻ ഈ പോയിന്റിലേക്ക് ഇതിൻ്റെ അഡ്രസ്സ് വയ്ക്കുന്നു. നമ്മൾ ലിങ്ക് ലിസ്റ്റ് ചെയ്യുന്ന അതേ മെത്തേഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ലിങ്ക് ലിസ്റ്റിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതിൻ്റെ ഹാഷ് വാല്യൂ ആണ് വേണ്ടത്, അല്ല ഇൻഡെക്സ് ലൊക്കേഷനാണ്. ഇൻഡെക്സ് ലൊക്കേഷൻ നമ്മൾ ഹാഷ് വാല്യൂ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു ഹാഷ് ഫംഗ്ഷൻ വിളിക്കുന്നു, ഈ വേർഡ് അങ്ങോട്ട് പാസ് ചെയ്യുന്നു. അപ്പം ഹാഷ് എന്നുള്ള ഫംഗ്ഷൻ നമ്മളിവിടെ ആൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്ത് വരും, അതാണ് ഇൻഡെക്സ്. ഇനി നമ്മൾ ഇതിനൊരു അലൊക്കേഷൻ കൊടുക്കണം. ഡിക്ഷണറി നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യും പോലെ, ലിങ്ക് ലിസ്റ്റിൽ നോഡ് ക്രിയേറ്റ് ചെയ്യും പോലെ ഇവിടെ ഡിക്ഷണറി ഇതൊരു വേർഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂ വേർഡ് ഒരു പോയിൻ്ററാണ്. ലൊക്കേഷൻ വെക്കണം ഇസ് ഈക്വൽ ടു ഡിക്ഷണറി സ്റ്റാർ malloc size of dictionary. അപ്പം നമ്മൾ സൈസ് malloc ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. hash include stdlib.h stdlib.h ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അലോക്കേഷൻ നടന്നു. ഇനി ആ അലോക്കേഷൻ്റെ നെക്സ്റ്റ് ന്യൂ വേർഡിൻ്റെ നെക്സ്റ്റ് ആ ന്യൂ വേർഡിനകത്തോട്ട് കോപ്പി ചെയ്യുക. strcpy ന്യൂ വേർഡ് ആരോ വേർഡ് വേർഡ് നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് വരുന്ന വേർഡിന് ഈ ന്യൂ വേർഡിൻ്റെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന വേർഡിനകത്തോട്ട് ആഡ് ചെയ്യുക. അതിന് string.h ഇൻക്ലൂഡ് ചെയ്യുക. സ്ട്രിങ് കോപ്പി ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. കോപ്പി ചെയ്തു. അപ്പം ഇതിൻ്റെ വേർഡിനകത്തോട്ട് ഈ വേർഡിനകത്തോട്ട് വാല്യൂ കിട്ടി. ഇനി ഇതിൻ്റെ നെക്സ്റ്റിനകത്തോട്ട് നമുക്ക് ലിങ്ക് കൊടുക്കണം. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു വേർഡ് വരുമ്പോൾ ഇതിന് മുന്നിലാണ് വരുന്നത്. അപ്പോൾ ഇത് നള്ളായിരിക്കുക. എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നള്ളായിട്ടാണ് ഇരിക്കുന്നത്. ആ നള്ളിനെടുത്ത് ഇവിടെ വയ്ക്കുന്നു. ദെൻ ഈ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഇവിടെ വയ്ക്കുന്നു. അടുത്ത സെയിം ഇൻഡെക്സിൽ ഒരു വാല്യൂ ഇത് വേർഡ് വരുമ്പോൾ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ആ മെമ്മറി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതിനകത്തോട്ട് നമ്മൾ സ്ട്രിങ്ങിനെ കോപ്പി ചെയ്ത് വയ്ക്കുന്നു. ദെൻ ഇതിൻ്റെ ഇവിടെ ഒരു നെക്സ്റ്റിൽ എന്ന് പറയുന്ന ഒരു പോയിൻ്ററുണ്ട്. ആ നെക്സ്റ്റിനകത്തോട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ടാണ് പോയിൻ്റ് ചെയ്യേണ്ടത്. അതിവിടെ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിപ്പുണ്ട്. കാരണം നേരത്തെ ഈ അഡ്രസ്സാണ് ഇവിടെ വെച്ചിരുന്നത്. ആ അഡ്രസ്സിനെടുത്ത് നമ്മളിവിടെ വയ്ക്കുന്നു. ദെൻ ഈ പുതിയ അലോക്കേറ്റ് ചെയ്ത അഡ്രസ്സ് ഇവിടെ വയ്ക്കുന്നു. വീണ്ടും അടുത്ത് വരുമ്പോൾ വീണ്ടും അലോക്കേറ്റ് ചെയ്യുന്നു. അതിനകത്തോട്ട് സ്ട്രിങ് വയ്ക്കുന്നു. ഈ വന്ന അഡ്രസ്സിനെ എടുത്തിട്ട് അതിൻ്റെ നെക്സ്റ്റിലോട്ട് വയ്ക്കുമ്പോൾ ഇതും തമ്മിലുള്ള കണക്ഷനാവും. ദെൻ അതിൻ്റെ അഡ്രസ്സ് എടുത്ത് ഇവിടെ വയ്ക്കുന്നു. നമ്മൾ ലിങ്ക് ലിസ്റ്റ് ചെയ്യുന്ന സെയിം മെത്തേഡ് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ന്യൂ വേർഡിൻ്റെ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഹാഷ് ടേബിളിൻ്റെ ഇൻഡെക്സ്
എടുത്ത് വയ്ക്കുന്നു. ദെൻ ഹാഷ് ടേബിളിൻ്റെ ഇൻഡെക്സിനകത്തോട്ട് ന്യൂ വേർഡിൻ്റെ അഡ്രസ്സ് വയ്ക്കുന്നു. അല്ലെങ്കിൽ ലിസ്റ്റിൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ആഡ് വേർഡ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഫംഗ്ഷനുമായി അപ്പോൾ നമ്മൾ വേർഡ് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേർഡിനെ നമ്മൾ ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. വേർഡ് ഇതിനകത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇത്രയും വേർഡ് ആഡ് ചെയ്തു. ഇനി നമ്മൾ പ്രിൻ്റ് എൻ്റർ വേർഡ് ടു ചെക്ക് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് വേർഡ് നമ്മളിവിടെ റീഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ സ്കാനഫ് വിളിക്കുകയാണ്. %yes, നമ്മൾ വേർഡ് റീഡ് ചെയ്യാണ്. വേർഡ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേർഡ് ക്യാരക്ടർ അറേ വേണം. വേർഡ് മാക്സിമം 100 ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. 100 ഉള്ള ഒരു വേർഡ് തന്നെ എടുക്കുകയാണ് വേർഡ്. ആ വേർഡിനകത്തോട്ട് കൊടുക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വേർഡ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈൻഡ് വേർഡ്, ഈ വേർഡ് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 എന്ന് റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് ഫംഗ്ഷൻ വിളിച്ചാൽ മതി. ഇഫ് ഫൈൻഡ് ആണെങ്കിൽ printf spelling of %s is correct. Else printf spelling അല്ലെങ്കിൽ %s is not in the dictionary. ഡിക്ഷണറിയിലില്ല എന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പം ഇത് ഫംഗ്ഷൻ ഒരു റിട്ടേൺ ചെയ്യുന്ന ഇൻറ്റിജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേര് ഫൈൻഡ്. ദെൻ ആർഗ്യുമെൻ്റായിട്ട് വരുന്ന ഒരു വേർഡാണ് സ്റ്റാർ വേർഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ആർഗ്യുമെൻ്റായിട്ട് വരുന്നു. ഇനി നമ്മൾ ഈ ആർഗ്യുമെൻറ്റ് എവിടെയെന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിനകത്ത് എവിടെയെങ്കിലും ഇതിൻ്റെ ആദ്യം നമ്മൾ ഇതിൻ്റെ ഇൻഡെക്സ് എടുക്കുമ്പോൾ ഒരു ലൊക്കേഷൻ കിട്ടും. ആ ലൊക്കേഷനിൽ നള്ളാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ഇല്ല എങ്കിൽ നമ്മൾ ഇതിനകത്ത് ലിസ്റ്റിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? ഉണ്ടെങ്കിൽ ആ 1 എന്ന് റിട്ടേൺ ചെയ്യുക. ഇല്ല എങ്കിൽ ഇത് ഫുൾ ചെക്ക് ചെയ്തിട്ടും ഒരു ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞാൽ സപ്പോസ് ഇതാണ് ഇൻഡെക്സ് എങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ലിസ്റ്റ് ഇതേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ നള്ള് വരെ പോകണം. ഇതിനകത്ത് എവിടെയെങ്കിലും ഈ വേർഡ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് റിട്ടേൺ ചെയ്യുക. ഇതിലൊന്നും ഫൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യുക. അതാണ് നമ്മൾ ഫംഗ്ഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡെക്സ് വാല്യൂ എടുക്കണം. ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു ഹാഷ് ഫംഗ്ഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വേർഡ് അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഇൻഡെക്സ് വാല്യൂ ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് ഇൻഡെക്സ് വാല്യൂ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് ആ ഹാഷ് ടേബിൾ, ഇപ്പോൾ സപ്പോസ് ഇതാണ് ഇൻഡെക്സ് കിട്ടിയെങ്കിൽ ഈ ഇൻഡെക്സിൽ ഈ ലിസ്റ്റിനകത്തോട്ട് സെപ്പറേറ്റ് ചെയിനിങ് ലിസ്റ്റിനകത്തോട്ട് ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു പോയിൻ്റർ എടുക്കുന്നു. നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്ഷണറി സ്റ്റാർ നമ്മളെ കറണ്ട് ലൊക്കേഷൻ കറണ്ട് ഇസ് ഈക്വൽ ടു ഹാഷ് ടേബിൾ ഇൻഡെക്സ്. ഇനി വൈൽ കറണ്ട് നോട്ട് ഈക്വൽ ടു നൾ, കറണ്ട് എന്ന് കൊടുത്താൽ മതി. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇഫ് strcmp കറണ്ട് വേർഡ്
നമ്മളെ വേർഡുമായിട്ട് ചെക്ക് ചെയ്യും. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 0 ആണെങ്കിൽ, സെയിം ആണെങ്കിൽ റിട്ടേൺ 1 കൊടുക്കുക. ദെൻ ഇല്ല എങ്കിൽ കറണ്ട് ഈസ് ഈക്വൽ ടു കറണ്ട് ആരോ നെക്സ്റ്റ്. ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല എങ്കിൽ റിട്ടേൺ 0 എന്ന് കൊടുക്കുക. ഇത്രയാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും വേർഡ് ആഡ് ചെയ്യുന്നു. ഉള്ള ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നു. ഉണ്ടെങ്കിൽ ആ വേർഡ് ഉണ്ടെന്ന് പറയും, ഡിക്ഷണറി സ്പെല്ലിംഗ് കറക്റ്റാണെന്ന് പറയും. ഇല്ലെങ്കിൽ ആ വേർഡ് ഡിക്ഷണറി ഇല്ല എന്ന് പറയും. അപ്പോൾ ഇതൊന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. പെർസെൻറ്റേജസ് എൻ്റെ പാരാമീറ്റർ അങ്ങോട്ട് പാസ് ചെയ്യണം. 58 മൊബൈൽ. വേർഡാണ്. ഓക്കെ, റൺ ചെയ്യാം. സ്പെല്ലിങ് ഞാൻ ഇതിനകത്ത് സ്മോൾ എന്നുള്ള വേർഡ് കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിങ് സ്മോൾ ഈസ് കറക്റ്റ്, കാരണം ഉള്ള വേർഡാണ്. നമ്മൾ റീഡിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിങ് ഓഫ് റീഡിങ് ഈസ് കറക്റ്റ്. അപ്പം അടുത്ത റാൻ ഈസ് നോട്ട് ഇൻ ദ ഡിക്ഷണറി. അങ്ങനെ ഒരു വേർഡില്ല. അപ്പോൾ ഇത് നമ്മളെ ഹാഷ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് സെപ്പറേറ്റ് ചെയിനിങ് വെച്ചിട്ട് നമ്മൾ വേർഡ്സ് ആഡ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തു ഉള്ള വേർഡ്സ് എല്ലാം അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തു. ഇല്ലാത്തത് ഇല്ല എന്ന് തന്നെ വന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഇല്ല എങ്കിൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മളത് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ വേർഡ് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആ പാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അൽഗോരിതം ഇതിനകത്ത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇത് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇല്ല എങ്കിൽ അതർവൈസ് പോസിബിൾ കറക്ഷൻ, സജസ്റ്റ് പോസിബിൾ കറക്ഷൻ ബൈ ദ ഫോളോയിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് എ ക്യാരക്ടർ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഓഫ് വേർഡ് 1 by 1. അപ്പോൾ ആ നമ്മളെ വേർഡിനകത്ത് സജഷൻസ് പറയണം. നമ്മൾ ഇല്ലാത്ത വേർഡിൽ സ്പെല്ലിംഗ് ഡിക്ഷണറിയിലുള്ള അതുമായിട്ട് സാമ്യമുള്ള വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് എടുത്ത് നമ്മൾ പറയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിലെ ആ വേർഡിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. എന്നിട്ട് ബാക്കി ലെറ്ററുകളെല്ലാം എടുത്തിട്ട് ഈ വേർഡ് ഇതിനകത്തുണ്ട്, ഡിക്ഷണറിയിലുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ആ വേർഡിന് ഒരു സജഷനായിട്ട് കൊടുക്കും. ദെൻ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ഇൻ ദ ഡിക്ഷണറി ബൈ സ്റ്റെപ്പ് 6 ഉണ്ടെങ്കിൽ ആ വേർഡിനെ സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല എങ്കിൽ ഇഫ് അവൈലബിൾ സജസ്റ്റ് എ ന്യൂ വേർഡ്. ഇഫ് നോട്ട് അവൈലബിൾ റീപ്ലേസ് ദ റിമൂവ്ഡ് ക്യാരക്ടർ വിത്ത് A to Z. അപ്പോൾ ഫസ്റ്റിലെ ഒരു ക്യാരക്ടർ നമ്മൾ റിമൂവ് ചെയ്തല്ലോ. ആ റിമൂവ് ചെയ്ത സ്ഥലത്ത് ആദ്യം A വെച്ച് നോക്കും. അപ്പോൾ ആ A വെച്ച് നോക്കുമ്പോൾ പുതിയൊരു വേർഡ് കിട്ടും. കാരണം ഫസ്റ്റ് ലെറ്റർ പോയതിന് പകരം A വെച്ചിട്ട് ബാക്കിയുള്ള ലെറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു വേർഡ് കിട്ടും. ആ വേർഡ് ഡിക്ഷണറി ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എയുടെ സ്ഥാനത്ത് B വെച്ച് നോക്കുക. അങ്ങനെ C, D, E അങ്ങനെ Z വരെയുള്ള ഓരോ ലെറ്റർ ആൽഫബറ്റുകളും മാറ്റി ഓരോ വേർഡും എടുത്തിട്ട് ആ വേർഡ് ഡിക്ഷണറിയിലുണ്ടോ നോക്കുന്നു. ഉണ്ടെങ്കിൽ ആ വേർഡ് സജസ്റ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത് ഫസ്റ്റ് ലെറ്ററിൻ്റെ സ്ഥാനത്ത് സെക്കൻഡ് ലെറ്റർ റിമൂവ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? സെക്കൻഡ് ലെറ്റർ റിമൂവ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് ലെറ്റർ വയ്ക്കുന്നു, സെക്കൻഡ് ലെറ്റർ റിമൂവ് ചെയ്യുന്നു, ബാക്കി എല്ലാ ലെറ്ററും വെച്ചിട്ടൊരു വേർഡ് കിട്ടുന്നു. ആ വേർഡ് ഡിക്ഷണറിയിലുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ ആ ലെറ്ററിൻ്റെ സ്ഥാനത്ത് റിമൂവ് ചെയ്ത സെക്കൻഡ് ലെറ്ററിൻ്റെ സ്ഥാനത്ത് A മുതൽ Z വരെയുള്ള നമ്മൾ ഈ പറഞ്ഞ അതേ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കിയതിന് ശേഷം ഡിക്ഷണറിയിൽ ഏതെങ്കിലും വേർഡ്സ് ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഫൈൻഡ് ചെയ്തിരിക്കുന്ന വേർഡ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അതാണ് സജഷൻ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു ലെറ്റർ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി ലെറ്റർ എടുക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ സിയിലൊരു ഫംഗ്ഷൻ ഉണ്ട്, മെം മൂവ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ആ മെം മൂവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം.
include string.h സ്ട്രിങ്ങിനകത്തുള്ളൊരു ഫംഗ്ഷനാണ് string.h memo എന്നുള്ള ഫംഗ്ഷൻ. void me ക്യാരക്ടർ S100 എന്നിട്ട് ഞാൻ S1-നകത്തോട്ട് strcpy ടെസ്റ്റ് പ്രോഗ്രാം ഇങ്ങനെ എഴുതി, ടെസ്റ്റ് പ്രോഗ്രാം എഴുതിയിട്ട് അപ്പോൾ ഇതാണ് ഇത് ഞാൻ S-നകത്തോട്ട് S1 എന്ന് പറയുന്ന സ്ട്രിങ്ങിനകത്തോട്ട് കോപ്പി ചെയ്യണം. ടെസ്റ്റ് പ്രോഗ്രാം കോപ്പി ചെയ്ത് വെച്ചു. ഇനി ഞാൻ move എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കുന്നു. ഇതിനകത്ത് 3 പാരാമീറ്ററാണുള്ളത്. ഫസ്റ്റ് പാരാമീറ്റർ ഇസ് ദ ഡെസ്റ്റിനേഷൻ. ഇതൊരു മെമ്മറി മൂവ്മെൻ്റാണ്. മെമ്മറിയുടെ കണ്ടൻറ്റ് നമ്മൾ മെമ്മറിയുടെ ഒരു ബ്ലോക്കിലെ മെമ്മറി കണ്ടൻറ്റ് വേറൊരു ബ്ലോക്കിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നത്. അത് പ്ലേസ് ചെയ്യുമ്പോൾ സേഫായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഓവർലാപ്ഡ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ടെമ്പററി ലൊക്കേഷൻ, ദെൻ ഇറ്റ് വിൽ ട്രാൻസ്ഫേർഡ് ടു ദ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഒരു സൈഫർ അറേഞ്ച്മെൻറ്റാണ് ഈ memo എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ memo എന്നുള്ള ഫംഗ്ഷൻ വഴിയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് 3 പാരാമീറ്റർ, ഒന്ന് ഡെസ്റ്റിനേഷൻ മെമ്മറി ബ്ലോക്ക്, ദെൻ സോഴ്സ് മെമ്മറി ബ്ലോക്ക്, ദെൻ ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ടു ബി മൂവ്ഡ്. അപ്പോൾ ഇതാണ് ഈ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പോകുന്ന സ്ട്രിങ് ആണെങ്കിൽ അതിൻ്റെ \0 വരെയുള്ള നൾ ക്യാരക്ടർ വരെയുള്ള ലെറ്ററുകളാണ്, ആൽഫബറ്റ്സ് ആയിരിക്കും അതിൽ മൂവ് ചെയ്ത് പോകുന്നത്. എണ്ണം കൂടിപ്പോയാലും കുഴപ്പമില്ല, നള്ള് വരെയുള്ള എണ്ണ എടുക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ S1 എന്ന് പറയുന്ന സ്ട്രിങ്ങിനകത്തോട്ട് ഡെസ്റ്റിനേഷൻ സെയിം അത് തന്നെ ഡെസ്റ്റിനേഷൻ വയ്ക്കുന്നു. വീണ്ടും S1 കൊടുക്കുന്നു. മനസ്സിലായില്ലേ? വീണ്ടും S1 കൊടുക്കുന്നു. അപ്പോൾ S1 എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ വീണ്ടും S1-നകത്തോട്ട് കോപ്പി ചെയ്യാം. എത്ര എണ്ണം കോപ്പി ചെയ്യണമെന്ന് strlen of S1 കോപ്പി ചെയ്തു. ഇവിടെ ഒരു ബ്രാക്കറ്റോട് മിസ് ചെയ്യുന്നു. ദെൻ പ്രിൻ്റ് ചെയ്യാണ്. printf %s \n S1. ഓക്കെ, ഇതിനൊന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ടെസ്റ്റ് പ്രോഗ്രാം അതുപോലെ പ്രിൻ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അൽഗോരിതത്തിൽ പറയുന്ന ഫസ്റ്റ് ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കി ക്യാരക്ടർ എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇതുവഴി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോഗ്രാം എടുക്കുന്നു. ഫസ്റ്റ് ക്യാരക്ടർ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സോഴ്സിനകത്ത് S+1 കൊടുക്കുകയാണ്. S+1 ഇത് ചെയ്യുമ്പോൾ എന്താണ് നോക്കാം. കണ്ടോ, ഫസ്റ്റ് ലെറ്റർ പോയി, ബാക്കി അതുപോലെ ഇരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അൽഗോരിതത്തിൽ പറയാൻ ഡിലീറ്റ് എ ക്യാരക്ടർ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് 1 by 1. അപ്പോൾ ഈ ഫസ്റ്റ് ലെറ്റർ ഡിലീറ്റായി. ഇനി ഞാൻ ഫസ്റ്റ് ലെറ്റർ അവിടെ വയ്ക്കുന്നു, സെക്കൻഡ് ലെറ്ററിനെ ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വയ്ക്കുകയാണ്. അതെങ്ങനെ നോക്കാം. ഫസ്റ്റ് ലെറ്റർ അവിടെ വയ്ക്കുന്നു. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിൽ ഫസ്റ്റ് ലെറ്റർ അവിടെ തന്നെ പ്ലേസ് ചെയ്യുന്നു. സെക്കൻഡ് ലെറ്റർ കളയാൻ വേണ്ടി സോഴ്സിൻ്റെ സെക്കൻഡ് ലെറ്റർ മുതൽ എടുക്കുക. അതായത് 0th ലെറ്റർ നമ്മൾ ഫസ്റ്റ്, ദെൻ 0+1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ 0+1 മുതലാണ് ബാക്കി വരുന്നത്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ 0+1, 0+2 മുതൽ എടുക്കുന്നു, അത് സോഴ്സ്. ഇപ്പം നമ്മളെ ടെസ്റ്റ് പ്രോഗ്രാമിൽ കണ്ടില്ലേ, ടെസ്റ്റ് പ്രോഗ്രാമിൽ ഇത് T എന്ന് പറഞ്ഞാൽ 0, ഇതെന്ന് പറഞ്ഞാൽ 1, ഇത് 2, 3 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 0+1 എന്ന് പറഞ്ഞാൽ T അവിടെ വയ്ക്കും. മനസ്സിലായില്ലേ? ഇവിടെ മുതൽ പിന്നെ 0+2 എന്ന് പറഞ്ഞാൽ 0, 1, 2 ഇത് മുതലുള്ള
എസ് മുതലുള്ള ലെറ്റർ 0+1 മുതൽ അത് ഇയുടെ സ്ഥാനത്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം. കണ്ടില്ലേ, ടി അവിടെ ഉണ്ട്, ഇ പോയി, എസ് ടി അവിടെ ഉണ്ട്. ഇനി അടുത്ത് വീണ്ടും നമ്മൾ ടിയും ഇയും അവിടെ നിലനിർത്തും, എസ്സിനെ കളഞ്ഞിട്ട് ബാക്കി എടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് 2 ലെറ്ററും അവിടെ നിലനിർത്തണം. ദെൻ അതിൻ്റെ അടുത്തത് മുതലുള്ളത് റിമൂവ് കഴിക്കണം. കണ്ടില്ലേ, ടി ഇ വന്നു, എസ് പോയി, ടി പ്രോഗ്രാം. മനസ്സിലായി? ഇതാണ് നമ്മുടെ ഫസ്റ്റിലെ പറഞ്ഞിരിക്കുന്ന കാര്യം. 1 by 1 ആയിട്ട് ഓരോ ലെറ്റർ എടുക്കുക. ലെറ്റർ എടുത്തിട്ട് ആ ലെറ്റർ നമ്മൾ ഇതിനകത്തിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇതിപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒറ്റ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. ഫോർ ഇൻറ്റ് i is equal to 0, i less than strlen of s1, then i plus plus ഇങ്ങനെ. ദെൻ മെമ്മോ വിളിക്കുന്നു, അതിനെ പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത് പോകുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ strlen of s1 എന്ന് പറഞ്ഞാൽ ഇതിന് ആൾറെഡി ഒരു ലെറ്റർ പോയി കഴിഞ്ഞു, റിമൂവ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇതിന് ആ ഒരു ടെമ്പററി രജിസ്റ്ററിനകത്തോട്ട് ഒന്നുകൂടെ ഒന്ന് വയ്ക്കുന്നു, S200തൊട്ട്. എന്നിട്ട് ഇതിനൊരു ബാക്കപ്പ് എടുക്കുകയാണ്, strcpy S2നകത്തോട്ട് S1ൻ്റെ കോപ്പി ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ strlen of S2 ആണ് പറയുന്നത്. മനസ്സിലായില്ലേ? S2 ആണ് പറയുന്നത്. കാരണം S2ൽ ഒറിജിനൽ സ്ട്രിങ് അതുപോലെ ഇരിക്കുകയാണ്, അതിൻ്റെ ലെങ്ത് വരെയാണ് പോകേണ്ടത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഓരോ ലെറ്ററും ഡിലീറ്റ് ആയി പോകും, അപ്പോൾ ലെങ്ത് കുറഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു കോപ്പി ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും കറങ്ങി വരുമ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ സ്ട്രിങ് ചേഞ്ച് ആയി പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പഴയതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് strcpy ഈ S2ലിരിക്കുന്ന വീണ്ടും S1ലേക്ക് കൊണ്ടുവരുന്നു. കാരണം S1 ആൾറെഡി ചേഞ്ച് ആയിട്ട് അടുത്ത ലെറ്റർ എടുക്കാൻ നേരത്ത് വീണ്ടും ഒറിജിനൽ സ്ട്രിങ്ങിനെ പഴയ സ്ഥലത്ത് കൊണ്ട് വയ്ക്കുന്നു, ദെൻ റീപ്ലേസ് ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് S1 ഓഫ് ഈ ഓരോ പ്രാവശ്യം 1 2 0 1 + 2 0 വരണം, ദെൻ 1 വരും, ദെൻ 2 വരും, 3 വരും. അപ്പോൾ അങ്ങനെ പോകുന്ന ഇവിടെ i എന്നുള്ള വേരിയബിളാണ്. ഇവിടെ നമ്മൾ ഇനിഷ്യലി 1 വരും, 2 വരും, 3 വരും. ആദ്യം ഇപ്പുറത്തേൽ 0 1 2 3, ഇവിടെ 1 2 3. അപ്പോൾ ഇവിടെ i 0 + i + 1. മനസ്സിലായില്ലേ? ഇതിങ്ങനെ ചെയ്ത് നോക്കുക. ഇത് നോക്കി, ടെസ്റ്റ് പ്രോഗ്രാമാണ് നമ്മൾ ആദ്യത്തെ സ്ട്രിങ്. അതിൽ ആദ്യത്തെ ടി പോയി, EST പ്രോഗ്രാം വന്നു. അത് കഴിഞ്ഞ് ടി വന്നു, ഇ പോയി, ST പ്രോഗ്രാം വന്നു. ദെൻ TE വന്നു, എസ് പോയി, ടി പ്രോഗ്രാം വന്നു. അത് കഴിഞ്ഞ് TES വന്നു, ടി പോയി, പ്രോഗ്രാം വന്നു. അത് കഴിഞ്ഞ് TEST വന്നു, ഇവിടുത്തെ ബ്ലാങ്ക് സ്പേസ് പോയി, പ്രോഗ്രാം വന്നു. അത് കഴിഞ്ഞ് TEST ബ്ലാങ്ക് സ്പേസ് വന്നു, പി പോയി, ബാക്കി വന്നു. അത് കഴിഞ്ഞ് കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ടു എൻഡ് എം വരെ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റിലെ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ഇത് നമ്മൾ ആ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഈ സ്റ്റെപ്പാണ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ, സജഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെല്ലിങ് കറക്റ്റല്ല എങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറയണം. ഇത് നമ്മൾ നോട്ട് ഫൗണ്ടിന് പകരം സജസ്റ്റ് ചെയ്യാനാണ് പറയേണ്ടത്. സജസ്റ്റ് വേർഡ്. സജസ്റ്റ് വേർഡാണ് നമ്മളിവിടെ പാസ് ചെയ്യേണ്ട വേർഡ്. അപ്പോൾ സജസ്റ്റ് എന്നുള്ള ഫംഗ്ഷനാണ് നമുക്ക് എഴുതാനുള്ളത്.
അത് ഒന്ന് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനല്ല, വോയിഡ് ഫംഗ്ഷനാണ് സജസ്റ്റ്. അത് നമ്മൾ ഒരു വേർഡാണ് വരുന്നത്. അത് നമ്മൾ ആദ്യമേ അങ്ങ് പ്രിൻ്റ് ചെയ്യുക. സജഷൻ എന്താണ്? സജഷൻ നമ്മൾ ഈ ഇങ്ങോട്ട് കിട്ടുന്ന വേർഡിൻ്റെ സജഷൻ എന്തുവാണെന്നാണ്. സജഷൻ ഫോർ %yes. നെക്സ്റ്റ് ലൈനിലായിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ സജഷൻസ് എന്തൊക്കെയാണ് 1 by 1 ആയിട്ട് സജസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം ഈ പറയുന്ന സ്റ്റെപ്പ് 1 7-ലെ A 1 by 1 ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ എഴുതിയ പ്രോഗ്രാമിൽ S1 S2 എന്നുള്ള S1-ലെ സോഴ്സ് വേർഡ്, S2-ലെ ഡെസ്റ്റിനേഷൻ വേർഡ്. ഈ ഡെസ്റ്റിനേഷൻ വേർഡ് ആണ് നമ്മൾ ഡിക്ഷണറിയിലുണ്ടോ എന്ന് നിൽക്കുന്നത്. സോഴ്സ് വേർഡിൽ നിന്ന് നമ്മളൊരു ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ ഡെസ്റ്റിനേഷൻ വേർഡിനകത്ത് വരുന്ന ലെറ്റർ അല്ല, സോഴ്സ് വേർഡിനെ റീഅറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡിനെ നമ്മൾ ഡിക്ഷണറിക്കകത്ത് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നു. S2-നകത്ത് നമ്മൾ അതിൻ്റെ കോപ്പിയാണ് വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആ സെയിം ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാരക്ടർ അറേ വയ്ക്കുക. നമ്മൾ നമ്മൾ സോഴ്സ് വേർഡിൽ തന്നെ വയ്ക്കുന്നത്. നമ്മൾ സജസ്റ്റഡ് വേർഡിന് സജസ്റ്റ് എന്നുള്ള ഒരു വേർഡായിട്ട് വയ്ക്കുന്നു. അത് 100 തന്നെ വയ്ക്കുകയാണ്. എന്നിട്ട് അതിനകത്തോട്ട് കോപ്പി ചെയ്ത് വയ്ക്കുകയാണ്. ഒറിജിനൽ വേർഡ് അതിനകത്തോട്ട് കോപ്പി ചെയ്യുന്നു. നമ്മൾ ഏതുവരെയാണ് അതിൻ്റെ ലെങ്ത് വരെ പോകണം. 4. അപ്പോൾ ഫോർ ലൂപ്പ് നമ്മൾ അതിലെഴുതി അതേ ഫോർ ലൂപ്പ് ഇതിൻ്റെ I = 0, I < strlen of word, then I++. എന്നിട്ട് അതിന് കോപ്പി ചെയ്യാണ്. strcpy സജസ്റ്റിനകത്തോട്ട് ഈ വേർഡിന് സോഴ്സ് വേർഡിന് കോപ്പി ചെയ്ത് വെക്കുന്നു. സോഴ്സ് വേർഡിൽ ഒരു മാറ്റമില്ല, അതങ്ങനെ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ മെമ്മൂവ് ഫംഗ്ഷൻ വിളിക്കുന്നത്. മെമ്മൂവ് സജസ്റ്റ് +i നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്, അതേ പാരാമീറ്റേഴ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. സജസ്റ്റ് +i+1, strlen of നമ്മളെ ഒറിജിനൽ വേർഡ്. ഇനി നമ്മൾ ഇങ്ങനൊരു വേർഡ് സജസ്റ്റിനകത്ത് കിട്ടി. മനസ്സിലായില്ല? സജസ്റ്റിനകത്ത് കിട്ടി. ഈ സജസ്റ്റിനകത്ത് കിട്ടിയ വേർഡ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നതാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇതിനകത്ത് ഉള്ള വേർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈൻഡ് ഫംഗ്ഷൻ ഓൾറെഡി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുകളിൽ ഫൈൻഡ് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആ ഫൈൻഡ് ഫംഗ്ഷൻ നമ്മളിവിടെ വിളിച്ചാൽ മതി. സജസ്റ്റിനെ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഫൈൻഡ് സജസ്റ്റ് ഡിക്ഷണറിയിലുണ്ടോയെന്ന് അത് സെർച്ച് ചെയ്തോളും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് വരും. അപ്പോൾ 1 എന്ന് വരും. ഈ ഫൈൻഡ് സജസ്റ്റ് ഉണ്ടെങ്കിൽ GEST എന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ printf ആ സജസ്റ്റ് ചെയ്തതിൻ്റെ വേർഡിനെ പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. printf %yes suggest. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടിൻ്റെ ഫസ്റ്റ് എ പാർട്ട്. ദെൻ ഇഫ് അവൈലബിൾ സജസ്റ്റ് റെക്കോർഡ്, ഇഫ് നോട്ട് അവൈലബിൾ റീപ്ലേസ് ദ റിമൂവ്ഡ് ക്യാരക്ടർ വിത്ത് A to Z. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്ത ക്യാരക്ടറിനെ 1 by 1 ആയിട്ട് A മുതൽ Z വരെയുള്ള ലെറ്റർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ഡിലീറ്റ് ചെയ്യണ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഐത്തിലിരിക്കുന്ന ക്യാരക്ടറാണ് ഡിലീറ്റ് ചെയ്യുന്നത്. I0 ആണെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടർ, I1 ആണെങ്കിൽ സെക്കൻഡ് ക്യാരക്ടർ, ഇങ്ങനെ.
അപ്പോൾ ആ ith ലൊക്കേഷനിലിരിക്കുന്ന ക്യാരക്ടറിനെ എല്ലാം എ മുതൽ ഇസഡ് വരെയുള്ള ക്യാരക്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു ഫോർ ലൂപ്പ് എഴുതുകയാണ്. ഫോർ ചാർ സി ഇസ് ഈക്വൽ ടു എ, ദെൻ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ്, ദെൻ സി പ്ലസ് പ്ലസ്. അപ്പം ഇത് എ മുതൽ ഇസഡ് വരെയുള്ള ഒരു ലൂപ്പിലേക്ക് പോവുകയാണ്. ഫോർ ക്യാരക്ടർ സി ഫ്രം എ ടു ഇസഡ് സി പ്ലസ് പ്ലസ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടർ പൊസിഷൻ ഡിലീറ്റ് ചെയ്ത ക്യാരക്ടർ പൊസിഷനകത്തോട്ട് നമ്മൾ എ മുതൽ ഇസഡ് വരെയുള്ള ഇത് വയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൾറെഡി ഈ സജസ്റ്റിനകത്ത് നമ്മളൊരു ആൾറെഡി ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പഴയ ഇതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കുക. strcpy suggest വേർഡ്, എന്നിട്ട് സജസ്റ്റിൻ്റെ ഓരോ ith പൊസിഷനകത്തും സി വയ്ക്കുക. അപ്പോൾ പുതിയൊരു വേർഡ് കിട്ടി. ഈ വേർഡ് ഇതിനകത്തോട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഫൈൻഡ് സജസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും പ്രിൻ്റ് ചെയ്യാം. yes, suggest. ഇത്രയാണ് അതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ എയും ബിയും പാർട്ട് ഈ രണ്ട് ലൂപ്പ് കഴിയുമ്പോൾ കഴിയും. മനസ്സിലായില്ലേ? ഇനി ഇതിനകത്ത് സി പാർട്ട് പറയുന്നത് നമ്മൾ ഓരോ ആൽഫബറ്റും ഫ്രം ബിഗിനിങ് ടു, ഇതിനകത്ത് സി പാർട്ടിൽ പറയുന്നത് after 7a and b add each alphabet from a to z from first to the second last position of the word which is considered as a new word. അപ്പോൾ ഇതിനകത്ത് പുതിയൊരു ആൽഫബറ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് വയ്ക്കണം. അതാണ് അടുത്തത്. അപ്പോൾ അതിന് വീണ്ടും ഒരു ഫോർ ലൂപ്പ് എഴുതുന്നു. നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത് വയ്ക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇൻറ്റ് i is equal to 0, i less than strlen of word, then i plus plus. വീണ്ടും നമ്മൾ ഫോർ ലൂപ്പ് char c is equal to a, then c less than or equal to z, then c plus plus. ആ വേർഡിനെ നമ്മൾ സജസ്റ്റിനകത്തോട്ട് കോപ്പി ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെറ്റർ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പ്ലേസിനകത്തോട്ട് ബിഗിനിങ് പൊസിഷനകത്തോട്ട് നമുക്ക് പ്ലേസ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്ട്രിങ്ങിന് ഒരു പൊസിഷൻ ബ്ലാങ്ക് സ്പേസ് ഇട്ടിട്ട് മുന്നിലോട്ട് നീക്കി വെക്കണം. അപ്പോൾ നമ്മൾ മെമ്മൂവ് ഫങ്ഷൻ ചെയ്യുന്നത് മെമ്മൂവ് സജസ്റ്റ് കോമ സജസ്റ്റ് കോമ strlen വേർഡ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ് അതുപോലെ കോപ്പി ചെയ്യും. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് മുതലുള്ള ഫുൾ സ്ട്രിങ്ങും ആ സ്ട്രിങ്ങിൻ്റെ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് ഉള്ള പൊസിഷനിൽ വയ്ക്കണം. അപ്പം നമ്മൾ i+1 വയ്ക്കുക. ഫുൾ സ്ട്രിങ് പ്ലസ് i വയ്ക്കുക.
മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പൊസിഷൻ നമുക്ക് മാറിയായിരിക്കും നിൽക്കുന്നത്. അവിടെ നമ്മൾ ആൽഫബറ്റിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഒരു ക്യാരക്ടർ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ സജസ്റ്റ് I is equal to C. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇഫ് പ്ലേസ് ചെയ്യുക. ഇഫ് ഫൈൻഡ് വേർഡ് ആണെങ്കിൽ printf %s എത്രയാണ്? ഇതാണ് നമ്മുടെ സജസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അറിയില്ല, നമ്മുടെ പ്രോഗ്രാമിനകത്ത് കൊടുത്തിരിക്കുന്ന വേർഡ്സ് റൈറ്റിംഗ് സ്ലീപ്പ് സ്മൈൽ റൺ ചെയ്യാണ്. സ്മോൾ എന്ന് ഞാൻ കൊടുത്തു. സ്മെല്ലിംഗ് ഓഫ് സ്മോൾ ഈസ് കറക്റ്റ്. ഞാനിവിടെ സ്മെല്ലെന്ന് കൊടുക്കും. ഓക്കെ, ദ സജഷൻ ഓഫ് സ്മെല്ല് ഈ സ്മോൾ ഒരു സെഗ്മെൻറ്റേഷൻ ഫോൾട്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. എന്തായാലും നമ്മളെ കറക്റ്റ് സ്പെല്ലിങ് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് നോക്കാം. വേറെ നോക്കാം. കമ്പ്യൂട്ടർ കറക്റ്റാണ്. കമ്പ്യൂട്ടർ ഇതിനകത്ത് കോഡ് ഡംപ് വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ആൻസർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതെടുക്കുന്നതിൻ്റെ പ്രശ്നമാണെന്ന് നോക്കണം. ഇത്രയും ദോഷം കമൻറ്റ് ചെയ്ത് നോക്കാം. Okay, suggestion for the commute is compute on the small നേരത്തെ അവിടുത്തെ സ്മെല്ല് സ്മോൾ. ഓക്കെ, അപ്പോൾ ആ ലാസ്റ്റ് പോർഷനകത്താണ് നമുക്ക് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. അഡീഷണൽ സ്ട്രിങ് ആഡ് ചെയ്യുന്നത്. zero and less than I is equal to 0, I less than ഗൂഗിളാകുമ്പോൾ ഈക്വൽ ടു ഇട്ട് നോക്കണം.
semester5 semester5 plus 1 semester5 strlen of word minus I എന്ന് നോക്കാം. സോ ഇവിടെ സജസ്റ്റ് ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. ഇല്ലേ, ഓക്കെ. ഇപ്പം നമുക്ക് ഇതിനകത്തുള്ള പോസിബിളായിട്ടുള്ള ഏതെങ്കിലും വേർഡ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് സ്പെല്ലിങ് കറക്റ്റായിട്ട് നമുക്കിപ്പം ഇത്രയും വേർഡ്സേ ഉള്ളൂ. കൂടുതൽ നമ്പർ ഓഫ് വേർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഇത് എന്തായാലും കിട്ടും. നമുക്ക് എന്തായാലും നിങ്ങൾക്ക് പ്രോഗ്രാം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് മാക്സിമം നമ്പർ ഓഫ് വേർഡ്സ് ഡിക്ഷണറിയിൽ ആഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. പ്രോഗ്രാമും ഇത് തന്നെയാണ്. കമ്പ്യൂട്ട് ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻ്റായി കാണാം. ടിൽ ദെൻ ബൈ.